ചരിത്ര സംഭവമായി മാറിയ ദിവ്യകാരുണ്യ പ്രയാണത്തിന് കോതമംഗലം രൂപതയിൽ തുടക്കമായി. ഊന്നുകൽ ഫെറോനയുടെ കീഴിലുള്ള 10ഓളം പള്ളികളിലൂടെയാണ് ഇന്ന് ദിവ്യകാരുണ്യ പ്രയാണം നടക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായി കോതമംഗലം രൂപത നയിക്കുന്ന ദിവ്യകാരുണ്യ പ്രയാണത്തിനാണ് ഊന്നുകൽ ഫെറോനയുടെ കീഴിൽ ഇന്ന് തുടക്കമിടുന്നത്. മേഖലാ കോർഡിനേറ്റർമാരായ ഫാദർ ജെയിംസ് ചൂരത്തൊട്ടിയുടെയും ഫാദർ അജോ കുന്നംപുറത്തിന്റെയും നേതൃത്വത്തിൽ രാവിലെ 7 മണിയോടെ മലയോര പ്രദേശമായ പരിശക്കല്ല് ഇൻഫന്റ് ജീസസ് പള്ളിയിൽ നിന്നും ആരംഭിച്ച യാത്ര പഴമ്പിള്ളിച്ചാൽ, മാമലക്കണ്ടം, ഇഞ്ചത്തൊട്ടി, നേര്യമംഗലം, നീണ്ടപാറ, അംബികാപുരം, പെരുമണ്ണൂർ, പുലിയംപാറ, പരീക്കണ്ണി എന്നീ 10ഓളം പള്ളികളിലൂടെ സഞ്ചരിച്ച് വൈകിട്ട് 7 മണിയോടെ ഊന്നുകൽ ലിറ്റിൽ ഫ്ലവർ പള്ളിയിൽ എത്തിച്ചേരുന്നതോടെ ഇന്നത്തെ ദിവ്യകാരുണ്യ പ്രയാണം അവസാനിക്കും. കോതമംഗലം രൂപതയുടെ ചരിത്രത്തിൽ ആദ്യമായി വിശുദ്ധ കുർബാനയും സംവഹിച്ചുകൊണ്ടുള്ള ദിവ്യകാരുണ്യ പ്രദക്ഷിണം ഇന്ന് ഊന്നുകല്ല് ഫൊറോനയുടെ ആഭിമുഖ്യത്തിലുള്ള 11 ഇടവകകളിലും എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ 3 മണി സമയം അംബികാപുരം ഇടവകയിലും നൂറുകണക്കിന് ആൾക്കാരാണ് നട്ടുച്ച സമയത്ത് ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിക്കുവാനും ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും ഇവിടെ എത്തിച്ചേർന്നത്. വലിയ സന്തോഷത്തോടെ എല്ലാ ദൈവാനുഗ്രഹങ്ങളും നന്മകളും ഈ ഫൊറോനയ്ക്കും നാടിനും നാനാജാതി മതസ്ഥരുമായ എല്ലാവർക്കും നൽകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഉച്ചയോടെ അംബികാപുരം സെന്റ് മേരീസ് ദേവാലയത്തിൽ എത്തിച്ചേർന്ന പ്രയാണത്തിന് വികാരി ഫാദർ ജെയിംസ് ചൂരത്തൊട്ടിയും ഭക്തസംഘടനകളും ഇടവക വിശ്വാസികളും ചേർന്ന് സ്വീകരണം നൽകി. തുടർന്ന് ദേവാലയത്തിൽ ആരാധനയും ദിവ്യബലിയും അർപ്പിച്ചു. ഈശോ നമ്മുടെ സന്നിഹിതനായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.